ഫിഫ ലോകകപ്പിൽ നാടകീയ ജയത്തോടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി കഴിഞ്ഞിരിക്കുകയാണ്. ഇഞ്ചുറി ടൈമിലെ ഗോളിൽ 2-1 ക്രൊയേഷ്യയെ തോൽപ്പിച്ചുകൊണ്ടാണ് പറങ്കിപ്പടയുടെ മുന്നേറ്റം. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് ചേർന്നു. അക്ഷയ്, അടി തിരിച്ചടി, ഒടുവിൽ ഇഞ്ചുറി ടൈമിലെ ആ ഗോൾ, ഒടുവിൽ ഒരു വാർ വന്ന് ക്രൊയേഷ്യയുടെ ഒരു ഗോൾ നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ത്രില്ലർ എന്ന് തന്നെ വേണമെങ്കിൽ ഈ മത്സരത്തെ വിശേഷിപ്പിക്കാം. നല്ലൊരു മാസ് മസാല പടത്തിന്റെ അതിന്റെ ക്ലൈമാക്സ് പോലെയായിരുന്നു ഇന്നത്തെ മത്സരത്തിന്റെ അവസാന ഭാഗങ്ങൾ. ആദ്യം 53-ാം മിനിറ്റിൽ പെരിസിച്ചിലൂടെ ആദ്യം ക്രൊയേഷ്യ ഗോളടിക്കുന്നു. തൊട്ടു പിന്നാലെ റൊണാൾഡോ ഒരു ഗോൾ മടക്കുന്നു, പക്ഷേ അത് ഓഫ് സൈഡിൽ കലാശിക്കുന്നു. അതിനുശേഷം പിന്നീട് കിട്ടിയ പെനാൽറ്റിയിൽ അസാധ്യമായ ഒരു സിമ്പിൾ ഫിനിഷിലൂടെ തന്നെ റൊണാൾഡോ പോർച്ചുഗലിന് ഒപ്പം എത്തിക്കുന്നു. അതിനുശേഷം വീണ്ടും കളി അധിക സമയത്തേക്ക് നീങ്ങുമെന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ. പക്ഷെ അതിനിടയിൽ ഗോൺസാലോ റാമോസ്, പകരക്കാരനിറങ്ങിയ ഗോൺസാലോ റാമോസ് പോർച്ചുഗലിനെ ഒപ്പം എത്തി സ്കോർ 2-1 ആക്കുന്നു. അതിനുശേഷം 10 മിനിറ്റാണ് റെഫറി ഇതിന് ഇഞ്ചുറി ടൈമായിട്ട് അനുവദിച്ചത്. ആ സമയം 10 മിനിറ്റും കടന്നുപോയ സമയത്താണ് വീണ്ടും ക്രൊയേഷ്യ പോർച്ചുഗൽ വലയിൽ പന്ത് എത്തിക്കുന്നത്. ആദ്യം ഗോൾ അനുവദിച്ചു, പക്ഷേ വാർ പരിശോധന ഓഫ് സൈഡാണെന്ന് തെളിഞ്ഞു. അങ്ങനെ അവസാന മിനിറ്റിൽ ത്രില്ലറും കടന്നുകൊണ്ട് പോർച്ചുഗൽ ക്രൊയേഷ്യൻ കടമ മറികടന്ന് പ്രീ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു. മത്സരത്തിലേക്ക് വന്നാൽ കളിയുടെ ആദ്യ സമയം മുതൽ ആക്രമിച്ച് കളിച്ചത് പോർച്ചുഗലാണ്. ആദ്യ പകുതി പോർച്ചുഗലിന് അവകാശപ്പെട്ടത്, പക്ഷേ അതൊന്നും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അവർക്കായില്ല. അതിനുശേഷം രണ്ടാം പകുതിയിൽ തിരിച്ചടിച്ച ക്രൊയേഷ്യ ആദ്യം മുന്നിലെത്തി, പക്ഷേ പതറാതെ വിട്ടുകൊടുക്കാതെ റൊണാൾഡോയും സംഘവും പോരാടി. റൊണാൾഡോയുടെ തന്നെ അവർ സമനില ഗോൾ കണ്ടെത്തി. ഈ ടൂർണമെന്റിലെ റൊണാൾഡോയുടെ 3ാമത്തെ ഗോളാണ്. ലോകകപ്പിലെ ചരിത്രത്തിൽ തന്നെ 11ാമത്തെ ഗോളും പോർച്ചുഗലിന് വേണ്ടി പോർച്ചുഗൽ ജേഴ്സിയിൽ നിന്ന 146ാമത്തെ ഗോൾ കൂടിയാണ് റൊണാൾഡോ ഇന്ന് കണ്ടെത്തിയത്. അങ്ങനെ റൊണാൾഡോയുടെ ഗോളിൽ തന്നെ അവർ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രീ ക്വാർട്ടർ എതിരാളി വരുന്നത് സ്പെയിനാണ്. ലെമിൻ യമാലിന്റെ സ്പെയിനാണ് വരുന്നത്. അവിടെ നമുക്കൊരു ത്രില്ലർ മത്സരം തന്നെ പ്രതീക്ഷിക്കാം. ഉറക്കം ഒളച്ച് കളി കണ്ട ആരാധകരാരും ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും നിരാശരാക്കിയില്ല. പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് അത്ര സാധാരണ അദ്ദേഹം സമയത്തൊക്കെ അങ്ങനെ അത്ര തൃപ്തിയോടെയല്ല കളം വിടുന്നത്. പക്ഷേ കളത്തിന് പുറത്തു നിന്നും തങ്ങൾ പ്രിയപ്പെട്ട കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന റൊണാൾഡോയുടെ മറ്റൊരു വേർഷൻ കൂടി ഇന്ന് നമ്മൾ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് ജോട്ടയുടെ ഓർമ്മ ദിവസം കൂടിയാണ് അവർ ഇത്തരം ഒരു വിജയം നേടിയെത്തുന്നത്. അതിന് ഇരട്ടി മധുരം നൽകുന്ന ആ ഓർമ്മയിൽ തന്നെയാണ് അവർ കളിക്കാൻ ഇറങ്ങിയത്. ജോട്ടയ്ക്കുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയായിരുന്നു ഇന്നത്തെ ജയവും റൊണാൾഡോയുടെ ഗോൾ അടക്കം. അനീഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.